നിനക്ക് കിട്ടുന്ന പൈസക്ക് നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ ഇതേ ഉള്ളൂ. എപ്പോ നോക്കിയാലും ഇത് എന്റെ ചെക്കന്റെ പറച്ചില്. ഒരു 200 ഉറുപ്പിക ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരം കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടുത്ത ആഴ്ച തരാം. എന്നിട്ടിപ്പോ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിന്? ആ മണ്ട സൈക്കിൾ ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കുറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കും. ആര്? കരുവാ മുരുകനോ? സാക്ഷാൽ പളനിവേല മുരുകൻ ദണ്ഡായുധ പാണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക, എന്നെ തൊഴുക. മുണ്ട്. ചെരുപ്പ് ഇവിടെ. തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിവല്ല ചവിട്ടുവേലാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവുകയാണോടെ. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. നടക്കണേ, ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയതിന്റെ ഭാഗ്യം. പഠിക്കാനൊക്കെ മിടിക്കാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനി ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട്ടിൽ ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിന് ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികളെ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാതിരിക്ക് അറക്കങ്ങയിലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
ആരാന്നാ ചോദിച്ചത്? അയ്യോ! അയ്യോ! കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഗുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, ഇത് ഇങ്ങനെ ചേട്ടാ ചേട്ടോ. അയ്യോ പറ്റിയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് എന്നാ ചായ. അബുക്ക അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. മീനുസാമി സമാധിയായോ? അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപൊള്ളാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ, ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാരനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? ആ, അയ്യോ, ചരട്. നിക്ക്, നിക്ക്, നിക്ക്. വാ വേഗം നടക്കുമോളെ. നിർത്തടാ, നീ നമ്മുടെ പൊട്ടംകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. ഹേ, കോമളായിട്ട് എന്താ നമ്മൾ നടത്തിച്ചോണ്ട് സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാം പറയും. അയ്യോ വീഴുവോ? ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിയ വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയായി ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷത്തെ സിഗരറ്റ് വലിക്കും രാഘവേട്ട. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദി കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ആ ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസം ഇഷ്ടം. ഞാനതല്ല പറഞ്ഞ് നമ്മുടെ കാര്യം മനസ്സിലായില്ല. നീ എന്തടി പറയുന്നത്? കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനും എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഓ, ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ. ഇത്ര പേടിയുള്ള ഇതിന് നിൽക്കണോ? ദേ ആ പൊട്ടഞ്ചക്കം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ നമുക്ക് പോവാം. കാര്യമില്ല. അതെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ ഈ കേക്കണില്ല? കുള്ളൻ ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവും. ഓ, ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം ഹലോ ഹലോ. നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ, ചെടിക്ക് നോവും. നന്നായിട്ട് തിരക്കടി. അവിടെ നനയ്ക്കുന്നേ. അതെ, പൊട്ടംകൊള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലാളി ചെവിവട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളിയാക്കാണോ? അല്ല രാഘവേട്ട, പിന്നെ? നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്ത്രാണ്ടം കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. എന്തേ? അതെ അതെ അതെ, നല്ല തിളച്ചു മറിയുന്ന എണ്ണ. ഓ, അതിനിടയ്ക്ക് നമുക്ക് വേറെ സാധനം പോണം. പണിയാണ് വേണ്ടത്. അന്തർ മുതലാളി ഇല്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലാണ്. ഇയാളുടെ ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കടാ, പണിയെടുക്കണം. പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലി തരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. പോട്ടൻ. അയ്യോ, അവന്റെ ഒരു സംശയം. പണിയെടുക്ക്, പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയാണ്. കാശ് അയാളുടെ അല്ലേ? കേവിട് പൊട്ടൻ. നീ വേഗം പണി തീർക്ക്. ടൈലറിംഗ് സ്കൂൾ വിടാൻ സമയമായി.
പേപ്പർ. അയ്യോ ഇതെന്താ ഇത്? ഇന്നത്തെ പേപ്പർ. അതല്ല ഈ കെട്ട്. അത് പിന്നെ ഇന്നലെ രാത്രി വീണ്ടും വേദന കൂടി. അപ്പൊ തന്നെ വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിയതാ. അടിയുടെ ശക്തിയില് തലയിൽ ചോര കട്ട പിടിച്ചാത്ര. കുട്ടി വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ വീട്ടിൽ പറഞ്ഞതേ സൈക്കിളിൽ നിന്ന് വീണുന്നാ. സാരല്ല, എന്തപ്പ ചെയ്യാ, ഓരോ സമയദോഷം എന്നല്ലാണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു പഴം അല്ല 2 പഴം എടുത്തോളൂ. ഞാൻ എടുത്തോളൂ, മുഴുവൻ എടുത്തോളൂ. ഞാൻ മുത്തശ്ശനോട് പറയില്ല. പിന്നെന്താ വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ബ്രെഡ് വേണോ? അല്ല, കുട്ടി കട പൂട്ടിക്കാൻ വേണ്ടി വന്നാണോ? അതെന്താ? അല്ല, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, കഴിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. കുട്ടി ഒരെണ്ണം കഴിക്കണം. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കൂ. ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ തന്നാ കഴിക്കണം എന്നാണ്. മോളെ അയ്യോ, മുത്തശ്ശൻ വരണ്ട. ആ ഇതാര് രമേശനോ? ഉം. അവൻ വലിയ തലക്കെട്ട് കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതൊക്കെ നീ മറന്നോ? ഇനിയും തലക്കെട്ട് കെട്ടി നടന്ന ആരെങ്കിലും അടി മേടിച്ചു നോക്കട്ടെ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. അങ്ങനെ ഒരു പ്രേമം പൂ പോലെ വിടരാൻ പോവുകയാണ്. വിടുരാന്ന് പറഞ്ഞാല് എന്നോടുണ്ടോന്ന് അറിയില്ലല്ലോ. കേട്ടെടുത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ? എടാ അരപ്പൊട്ട, അവൾ നിന്റെ തലമണ്ടക്കെട്ടല്ലേ അടിച്ചത്. ആ ഒരു സിമ്പതി അവൾക്ക് നിന്നോടുണ്ടാകും. അതെന്താ സാധനം? എന്റെ ചോറ്റാനിക്കരമ്മേ, എടാ സിമ്പതി സിമ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു അലിവാണ്, മനസ്സിലായ? ആ പിന്നെ നീ ഒരു നാടകം കളിച്ച് പൊളിഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലല്ലോ, ചിരിക്കല്ലേ ചെയ്തത്? അതെ. അത് നല്ല ലക്ഷണമാണ്. അതെയാ? ആ എടാ, ഈ സാമുദ്രിക ലക്ഷണ പ്രകാരം പെണ്ണെന്ന് പറഞ്ഞാൽ ഉടുരാജമുഖി, മൃഗരാജഗടി, ഗജ എന്ത് പണ്ടാറിലാവട്ടെ, അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾക്ക്. ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ അവക്കൊരു കത്ത് കൊടുക്കണം. നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റുമോ? അങ്ങനൊക്കെ ചോദിച്ചാല് കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിലോ? ഈ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ കൊടുക്കാനല്ല പറഞ്ഞത്, അതിനൊക്കെ ഒരു തഞ്ചം വേണം. ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്തുതാ ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവളെ ഒന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്കുക. ദാ ഇങ്ങനെ. അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കേട് മനസ്സിലാവും. അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്കുക. പന്തിയുടെ തോന്നിയാല് പിന്നെ അവിടെ നിൽക്കരുത്. കൊടുത്തു വെക്ക. അപ്പൊ പിന്നെ മറുപടി എങ്ങനെയാവും? നല്ല കൈക്ക് ബലമുള്ള ആംഗലമാരുണ്ടെങ്കിൽ ഓട്ടാനെ മറുപടി കിട്ടും. അത് കൊടുക്കടോ, പിന്നല്ലേ മറുപടി. എന്നാലും ഒരു പേടി. ഇങ്ങനെ പേടിച്ചൂരി നടന്നാലൊന്നും പ്രേമിക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂൻ എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം, എന്നെ പോലെ. ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം. എന്നാലേ ഈ പെണ്ണുങ്ങൾ വലയിൽ വീഴുള്ളൂ. അതൊക്കെ ഞാൻ ചെത്തിക്കോളാം. അവൾക്കുള്ള കത്ത് കൊടുക്കാൻ എന്താ വഴി? ഒറ്റപ്പാലം പട്ടാമ്പി വഴി. എടാ ആദ്യം നീ എഴുത്. ഓ, നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞാല് എനിക്കൊരു ദിവസത്തെ പണിയുണ്ട് അവിടെ. നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവൾക്ക് കൊടുക്കാം. അത് കൊള്ളാം. ഞാൻ തന്നാന്ന് പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, എന്താ പെണ്ണിന്റെ പേര്? പേര് അതറിയില്ല. പിന്നെ എന്തുട്ട് പ്രേമോടോ? കത്ത് എഴുതുമ്പോ പേര് വെച്ച് തുടങ്ങണ്ടേ? അല്ലാതെയും പറ്റും. പ്രിയമുള്ളത്, അല്ലെങ്കിൽ എന്റെ പ്രാണേശ്വരിക്ക്, അങ്ങനെയൊക്കെ തുടങ്ങാം. എത്ര കത്തെഴുതിയ കൈയാണ് ഇതെന്ന് അറിയോ? അല്ല ഇത് അറിയോ? ബാക്കി ഞാൻ വൈകിട്ട് പറയാം. നീ ഇത് എവിടേക്കാ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പരിക്കിനിടാണ്ട്. ഇവൻ ഈ കത്തൊക്കെ എഴുതി സംഗതി കൊള്ളാക്കോ? ഈ പണ്ടരക്കൊക്കെ പറ്റിച്ചൂലോ പണി. ആളെ പറ്റിക്കും. എന്തത്ര പെട്ടെന്ന് പോന്നെ? അവര് കുളിക്കടവിലേക്കല്ല, ആര്? ആരെങ്കിലും ആവട്ടെ. നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കത്ത് കൊടുത്ത അവളെ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു. ഇത് സത്യം. എന്താ ഇത്? കാക്ക തൂറിയതാ. എന്നാൽ അത് പറയണ്ടേ? കാക്ക തൂറുമ്പോ നേരത്തെ പറയാറുണ്ടാ? ഞാനത് ഏത് വളർത്തിക്കൊണ്ട് കഴുകും? ഒറ്റയടി ഞാൻ വെച്ചേരൂട്ടോ, വെറുതെ പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ വലിയൊരു കാര്യം പറച്ചില്, വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ? അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ,
അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. പിടിക്കടാ. അയ്യോ എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ ഒന്ന് വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴി നാളെ എപ്പോഴാ? രാവിലെ. ഇന്നെന്താ നേരത്തെ? നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞ ഒരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടേ ഉരുമ്പട്ടോൾ. ജാനകി, എടി ജാനകി, എന്താ? വളർത്തടി മക്കളെ, ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. ആ, സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. ആ? 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി, പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കം ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. ആ, അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ആ, അവൾ അവിടെ ഇരുന്ന് പഠിക്കുക. പഠിക്കേ ശ്രീദേവി, മോളെ, എന്താ അമ്മേ? മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കണ്ണിക്കേതുണ്ടായിരുന്നു ഇപ്പൊ മാതി. ആഹാ, ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പറ. ആ, നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണ് കണക്കി വലിക്കുക. കുട്ടിയെ കുറ്റപ്പറ്റി നടക്കുക. പോട്ടക്കണ്ണെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴയ്ക്ക. ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം. പറ്റില്ല, എനിക്ക് ആദ്യം കേൾക്കണം. ഇല്ല, പറ്റില്ല, എനിക്ക് കേൾക്കണം. കൂട്ടല്ലേ, രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. ചേർന്നിരുന്നേ. പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ? ഒരു സമ്മാനമൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി. ഒരു പുതിയ ബാഗ്മാനാ. ആ ബംഗ്ലാവിലെ സാറ് തന്നതാ. ചോദിച്ചു വാങ്ങിയതാവൂല്ലേ? ഏയ് അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ. അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ. പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം. നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ, അത് പറ്റുണ്ടാവില്ല. അമ്മ അനിയത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതിലെ പാട്ട് കഴിഞ്ഞു ചേച്ചി. ദേ, ഇതാണ്. ഞാൻ പോവാ. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഓ, ശകുന അമ്മണിയടത്തിയാ മുതലാളി. ഒരു ശങ്കയും വേണ്ട. വിചാരിച്ച കാര്യമൊക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐ എം സോറി. മീനാക്ഷിക്ക് എന്ത് പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ. സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കുക സാറേ. അതെന്ത് പറ്റി? മറ്റന്നാളാ പരീക്ഷ ഫലം അറിയണേ. ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടത്രേ എല്ലാറ്റിനും തോറ്റുന്ന്. പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനൊന്നുമില്ല രാഘവ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല, താൻ ജയിക്കും. ഷുവർ. ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്നാ തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. പറ്റേ. സാർ എവിടേക്കാ പോണേ? ആയുർമഠത്തിലേക്കാ ചികിത്സയുടെ കാര്യത്തിൽ തമ്പുരാനെ കാണാൻ. ഞരമ്പിന് പറ്റിയ ക്ഷതം തന്നെയാ. ഇത് ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടി വീഴ്ചൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കും. കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ വിധിയാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങള്, പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ആ, ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതും ഉണ്ടാവോ? ഉണ്ട്, താമസിക്കുന്ന വീടുണ്ട്.
തിരക്കാണ്. എന്നാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. പുതിയ വാഗ്മാന ഇത് ബംഗ്ലാവിൽ സാർ എനിക്ക് തന്നതാ. ചോരയും നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. ഏയ് അല്ലല്ല, ഇഷ്ടമായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. ഇവിടെ ഇരിക്കണ്ടാവുന്ന അറിയായിരുന്നു. അവിടെ അമ്മ അനിയത്തികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു സാധനം. ഞാൻ പോട്ടെ.